മഴത്തൂരും മുംബൈയിൽ റീത്തയെ ജയിലിലടച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തൂരും മുംബൈയിൽ നമുക്കിനി കാണാൻ കഴിയുന്നത് റീത്തയുടെ നാശം തുടക്കം കുറിക്കുന്നതാണ്. നമ്മുടെ അലീന റീത്തയുടെ നാശത്തിന് തുടക്കം കുറിച്ച് വയ്ക്കുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. സത്യം പറഞ്ഞാൽ റീത്ത നല്ല ഒരു അഹങ്കാരിയാണെന്ന് കാണാം. എന്നിരുന്നാലും റീത്ത തന്നെ റീത്തയ്ക്കെതിരെ പോരാടുകയാണ് എന്ന് കാണാം. യാതൊരു ആവശ്യകതയില്ലാതെയാണ് നമ്മുടെ റീത്ത എൽസമ്മയെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത്. അത് ഒന്നാമത്തെ പ്രശ്നം ആയി തന്നെ റീത്തയ്ക്ക് മാറുകയാണ്. രണ്ടാമതായിട്ട് അച്ഛനാണെങ്കിൽ സന്ധി ചർച്ചയ്ക്ക് സ്റ്റാലിനെ വിളിക്കുമ്പോൾ അച്ഛനും നല്ല രീതിയിൽ കണക്കിന് കൊടുത്ത് സ്റ്റാലിൻ ഫോൺ വയ്ക്കാനായിട്ട് പറയുന്നത് കാണാം. തൻ്റെ മകളെ താൻ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്നും തൻ്റെ മകളെ താൻ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും എനിക്കവളെ വിട്ടുകളയാനായിട്ട് കഴിയില്ല എന്നും സ്റ്റാലിൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതേ സമയം അച്ഛനും പറയുന്നുണ്ട്, വിട്ടുകളയാൻ ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞില്ല, നീ എല്ലാം ഒന്ന് ആലോചിച്ച് പരിഗണിച്ച് ചെയ്യണമെന്നാണ്. എന്തായാലും അവർ വരാൻ പോകുന്നുണ്ട്. ആഞ്ഞിലും മുട്ടിലെ എല്ലാവരും നീയുമായിട്ട് ഒന്ന് ചർച്ചയ്ക്ക് വരാനായിട്ട് അവർ തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയാണ്. അവർ നിന്നെ വിളിക്കാനായിട്ട് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞു. എനിക്ക് അതറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ, ഫാദർ, എൻ്റെ മനസ്സിൽ വേറെ ഒന്നും തന്നെയില്ല, എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. സാധിക്കും. അവൾക്കായിട്ട് ഞാൻ എന്തും ഏതും എങ്ങനെയും ചെയ്യുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഏത് അറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകളെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയുമില്ല, അവർക്ക് അവസരം കൊടുക്കുകയുമില്ല എന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റാലിൻ കാണാം. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയുടെ വാക്കുകൾ കേട്ട അച്ഛനാണെങ്കിൽ സ്റ്റാലിയുടെ മനസ്സിലെ വാത്സല്യം മനസ്സിലാക്കുന്നു. സ്റ്റാലിയുടെ മനസ്സിലെ ആ നന്മ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ ഇവിടെ റീത്തയ്ക്കും കൂടാതെ തന്നെയാണെങ്കിൽ വീട്ടുകാർക്കും അത് പോരല്ലോ. സ്റ്റാലിൻ്റെ മനോഭാവം അറിയണം, സ്റ്റാലിനുമായിട്ട് യുദ്ധം തുടങ്ങി വയ്ക്കണം എന്നതാണ് അവരുടെ മനസ്സിലെ ചിന്ത. അങ്ങനെ യുദ്ധം തുടങ്ങി വയ്ക്കാൻ തന്നെ പോവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അതായത് സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രശ്നം വന്നാലും അച്ഛൻ ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അച്ഛൻ ഇടപെടേണ്ടതില്ല എന്നും പറയുന്നു. അച്ഛൻ കൂടെ നിന്നാലും നിന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. പക്ഷേ അവരുടെ വക്കാലത്തുമായിട്ട് കടന്നു വരരുതെന്ന് പറയുന്നു. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റീത്തയെ വിളിച്ച് അച്ഛൻ ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. അത് കേട്ടതും, കണ്ടില്ലേ അച്ചോ അയാളുടെ അഹങ്കാരം, നെഗളിപ്പ് എന്ന് റീത്ത പറയുമ്പോൾ, അഹങ്കാരമായും നെഗളിപ്പായും ഇതിനെ കാണേണ്ടതില്ല എന്ന് ഫാദർ നമ്മുടെ റീത്തയോട് പറയുകയാണ്. അതായത് ഒരച്ഛൻ്റെ, ഒരു പപ്പയുടെ ധർമ്മമാണ് അയാൾ ചെയ്യുന്നതെന്ന് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ അയാൾ അവളെ പുറത്താക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ചെന്നിട്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ റീത്ത പറയുന്നുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ അതൊന്നും ഇനി നോക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഇനി കാര്യങ്ങൾ എൻ്റെ
തന്നെ ചെയ്യുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഫാദർ പറയുന്നുണ്ട്, പ്രശ്നമുണ്ടാക്കാൻ എളുപ്പമാണ്, അത് പരിഹരിക്കാനും നിർത്താനും പ്രയാസമാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ റീത്തയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അലീനയോട് യുദ്ധം ചെയ്യാൻ തന്നെ, അലീനയെ പ്രതിരോധിക്കാൻ തന്നെ തയ്യാറാവുകയാണ് എന്ന് കാണാം. അതിനായിട്ട് എൽസമ്മയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ലാലിച്ചൻ്റെ മുൻപിലെത്തുകയാണ്. ലാലിച്ചൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിയുടെ മുൻപിലെത്തിക്കൊണ്ട് തന്നെ അവർ വെല്ലുവിളികൾ നടത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ വെല്ലുവിളിയൊന്നും സ്റ്റാൻലിൻ്റെ മുൻപിൽ വകപോവില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാൻലിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ വെല്ലുവിളി നടത്തിയാലും, ഇനി നിങ്ങളുടെ ആങ്ങളയായ മണ്ടന്മാർ വന്നാലും ഇവിടെ ഒന്നും തന്നെ മാറാനോ മാറ്റാനോ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് റീത്താമ്മ, നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ ഒരാളുടെ ജീവിതം തകർത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. പണത്തിന് വേണ്ടി എന്ത് നെറുകേടും ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയല്ലേ നിങ്ങളെന്ന് സ്റ്റാൻലി നമ്മുടെ റീത്തയുടെ മുഖത്ത് നോക്കി പറയുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ റീത്തയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് എന്ന് സാധിക്കും കഴിയും. ഇതേ സമയമാണെങ്കിൽ എൽസമ്മയാണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. തൻ്റെ സഹോദരി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുമ്പോൾ, എങ്കിൽ നിങ്ങൾക്ക് തെളിവ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന എല്ലാ തെളിവും കൊടുക്കുമ്പോൾ ഒടുവിൽ റീത്ത ഒരു ചതിയത്തിയാണെന്നും റീത്ത തൻ്റെ ആവശ്യത്തിനാണ് ഞങ്ങൾ ഉപയോഗിച്ചതെന്നും തിരിച്ചറിയുന്ന എൽസ തകർന്നു പോവുകയാണ്. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ എൽസമ്മ പൊട്ടിക്കരയുകയാണെന്ന് കാണാം. കൂടാതെ കടുത്ത തീരുമാനവും എടുക്കാൻ പോകുന്നുണ്ടെന്നും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ, പ്രേക്ഷകരെ.